നമസ്കാരം. ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ നാസിക് ശാഖയെ ചുറ്റിപ്പറ്റിയുള്ള പീഡന മതംമാറ്റ വിവാദങ്ങൾ ഇന്ത്യൻ IT മേഖലയെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവായ നിധ ഖാൻ കമ്പനിയുടെ HR മാനേജറാണെന്ന തരത്തിൽ വന്ന വാർത്തകൾ തള്ളിക്കൊണ്ട് ഇപ്പോൾ TCS തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. നിധ ഖാൻ വെറും ഒരു പ്രോസസ് അസോസിയേറ്റ് മാത്രമാണെന്നും ഇവർക്ക് റിക്രൂട്ട്മെന്റ് ചുമതലകളില്ലെന്നുമാണ് കമ്പനിയുടെ വിശദീകരണം. എന്നാൽ ഈ വിശദീകരണം കൊണ്ട് തീരുന്നതല്ല TCS നേരിടുന്ന പ്രതിസന്ധി. ഒരു സിനിമാ കഥയെ വെല്ലുന്ന ക്രൂരതകളാണ് നാസിക്കിലെ ഓഫീസിനുള്ളിൽ നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. കേസിലെ പ്രധാന പ്രതിയായ ഡാനിഷ് ഷെയ്ഖ് താൻ വിവാഹിതനാണെന്ന സത്യം മറച്ചുവെച്ച് സഹപ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഡാനിഷിന്റെ സഹോദരി കൂടിയായ നിധ ഖാൻ പരാതിക്കാരിയെ മതം മാറാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തി ഇരയുടെ മതത്തെ അധിക്ഷേപിക്കുകയും മാനസികമായി തകർക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഡാനിഷിനും നിധിക്കുമെതിരെ പരാതി ഉയർന്നതിന് പിന്നാലെ തങ്ങളും ഇരകളാണെന്ന് വ്യക്തമാക്കി 7 യുവതികൾ കൂടി രംഗത്തെത്തി. 2022 മുതൽ 2026 മാർച്ച് വരെ നീണ്ട ക്രൂരമായ ലൈംഗിക മാനസിക പീഡനങ്ങളുടെ കഥകളാണ് ഇവർക്ക് പറയാനുള്ളത്. ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും HR വിഭാഗം ഇത് കണ്ടില്ലെന്ന് നടിച്ചുവെന്നുമാണ് ഇരകളുടെ ഗുരുതരമായ ആരോപണം. വിശദമായ അന്വേഷണം നടത്തുന്നതിനായി കമ്പനി ഒരു ആഭ്യന്തര അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കമ്പനി ബോർഡിലെ സ്വതന്ത്ര ഡയറക്ടറായ ധനകാര്യ മേഖലയിലെ വിദഗ്ധൻ കെകി മിസ്ത്രിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പ്രാഥമിക അവലോകനത്തിൽ നാസിക് യൂണിറ്റിലെ സിസ്റ്റങ്ങളും റെക്കോർഡുകളും പരിശോധിച്ചതിൽ ആരോപണങ്ങൾ പറയുന്നത് പ്രകാരമുള്ള പരാതികളൊന്നും ലഭിച്ചിട്ടുള്ളതായി കാണുന്നില്ല. എത്തിക്സ് കമ്മിറ്റിക്കോ പോഷ് കമ്മിറ്റിക്കോ ഇത്തരത്തിലുള്ള പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും കമ്പനി വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് 6 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കേസിലെ പ്രധാന പ്രതിയായ നിധ ഖാൻ നിലവിൽ ഒളിവിലാണ്. നിധ ഖാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒളിവിൽ തുടരുകയാണ്. ഇവരുടെ ഒളിത്താവളത്തെക്കുറിച്ച് ഭർത്താവിനോട് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഓരോ തവണയും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്. TCSന്റെ നാസിക് യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന നിധയെ 2 മാസം മുമ്പ് മുംബൈയിലെ മലാഡ് ഹിരാനന്ദാനി ഓഫീസുകളിലേക്ക് മാറ്റിയിരുന്നു. ഇതിനു പിന്നാലെ ഇവരുടെ ഭർത്താവ് മൊയിൻ നവീദ് ഇക്ബാൽ ഖാന് താനെയിലെ മുംബൈയിലുള്ള ആമസോൺ വെബ് സർവീസസിൽ ലോജിസ്റ്റിക് ഓഫീസറായി ജോലി ലഭിച്ചിരുന്നു. എന്നാൽ TCS മതപരിവർത്തന കേസിൽ പേര് ഉയർന്നു വന്നതോടെ നിധ ഖാനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അറസ്റ്റ് ഒഴിവാക്കാനായി ഇവർ ഒളിവിൽ പോവുകയുമായിരുന്നു. വെള്ളിയാഴ്ച പോലീസ് നിധയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്തപ്പോൾ ഏപ്രിൽ 14 നിധ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നും ഒരു ബന്ധുവിനൊപ്പമാണ് താമസിക്കുന്നതെന്നും ഇയാൾ മൊഴി നൽകിയതായി PTI റിപ്പോർട്ട് ചെയ്തു. എന്നാൽ പോലീസ് ആ ബന്ധുവിന്റെ വീട്ടിലെത്തിയപ്പോൾ ആ വീട് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് നിധയുടെയും ബന്ധുവിന്റെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമായിരുന്നു. പിന്നീട് ഈ ആഴ്ച ആദ്യം നിധയുടെ അമ്മായിയായ നൂറി ഷെയ്ഖ് അവരെ നാസിക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതായി ഭർത്താവ് പോലീസിനോട് പറഞ്ഞതായും ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. 2022 ഓഫീസിലെ സഹപ്രവർത്തകനായ ഡാനിഷ് ഷെയ്ഖ് താൻ വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ച് വിവാഹ വാഗ്ദാനം നൽകി ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചു എന്ന പരാതിയോടെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഡാനിഷ് ഷെയ്ഖിന്റെ സഹോദരിയാണ് നിധ ഖാൻ. ഡാനിഷ് ഷെയ്ഖ് വിവാഹിതനാണെന്ന സത്യം നിധ ഖാനും തൗസിഫ് അക്തർ എന്ന മറ്റൊരാളും ചേർന്ന് പരാതിക്കാരിയിൽ നിന്ന് മറച്ചുവെച്ചതായും ആരോപിക്കപ്പെടുന്നു. അന്വേഷണം പുരോഗമിക്കവേ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തങ്ങളെ മാനസികമായും ലൈംഗികമായും പീഡിപ്പിച്ചുവെന്നും HR വിഭാഗം തങ്ങളുടെ പരാതികൾ അവഗണിച്ചുവെന്നും ആരോപിച്ച് 7 സ്ത്രീകൾ മുന്നോട്ട് വരികയായിരുന്നു. അതേസമയം പീഡനങ്ങളോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് തങ്ങൾക്കുള്ളതെന്ന് ആവർത്തിച്ച TCS കേസിൽ പോലീസുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി. ആരോപണങ്ങൾ ഗൗരവകരമാണെന്ന് ടാറ്റ സൺസ് ചെയർമാൻ N. ചന്ദ്രശേഖരനും പ്രതികരിച്ചിട്ടുണ്ട്.